വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ ശാലിനിയാണെങ്കിൽ അങ്ങോട്ട് പോകാനായിട്ട് കാറിലിങ്ങനെ പോവുകയാണ്. അന്നേരം ശാലിനി അങ്ങ് വിഷ്ണുവിനെ കുറിച്ച് ഓർത്തങ്ങ് ആകെ വിഷമിക്കുകയാണ്. വിഷ്ണുവിനെ തന്നെ കാണാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ മനസ്സ് അനുവദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിനെ കുറിച്ച് ഓർത്ത് ശാലിനി അങ്ങ് ഒരുപാട് സങ്കടപ്പെടുകയാണ്. തുടർന്ന് വണ്ടി ഇങ്ങനെ പോകുമ്പോൾ വിഷ്ണുവിനെ കാണുകയാണ്. വിഷ്ണു ആണെങ്കിൽ വണ്ടി കേടായി വഴിയിൽ നിന്ന് ഇങ്ങനെ വണ്ടി ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. ബോണറ്റൊക്കെ തുറന്ന് വെച്ച് ഇങ്ങനെ ഓരോരിലൊക്കെ പിടിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ കൈ ഇങ്ങനെ പൊള്ളുകയൊക്കെ ചെയ്യുന്നുണ്ട്. വിഷ്ണു ഇങ്ങനെ കൈ പിറകോട്ട് വലിക്കുകയും ഒരു കർച്ചീഫ് വെച്ച് ഇങ്ങനെ കൈ തുടക്കുകയൊക്കെ ചെയ്യുകയാണ്. തുടർന്ന് ശാലിനി പെട്ടെന്ന് വിഷ്ണുവിനെ കാണുമ്പോൾ ശാലിനിക്ക് അങ്ങ് ആകെ സന്തോഷമാവുകയാണ്. തുടർന്ന് കാർ നിർത്താനായിട്ട് ഡ്രൈവറോട് പറയുമ്പോൾ ഡ്രൈവർ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട് വണ്ടി നിർത്തുകയാണ്. എന്നിട്ട് വിഷ്ണുവിനെ കാണാനുള്ള ആവേശത്തോടു കൂടി ശാലിനി ഇങ്ങനെ ഡോർ തുറന്ന് ഇറങ്ങാനായിട്ട് പോകുമ്പോൾ ശാലിനി ഒരു നിമിഷം നിൽക്കുകയാണ്. എന്നിട്ട് അന്ന് കുഞ്ഞിനെയും കൊണ്ട് വന്നപ്പോൾ സത്യഭാമ ആ ആരതിയിൽ തൊട്ട് സത്യം ചെയ്യിപ്പിച്ച് ഓർമ്മിക്കുകയാണ്. ഇനി നീ ശാലിനിയെ കാണാനോ സംസാരിക്കാനോ ശ്രമിച്ചാൽ ഈ അമ്മയുടെ ശവം കാണേണ്ടി വരും എന്ന് പറഞ്ഞ് സത്യഭാമ സത്യം ചെയ്യിപ്പിച്ചത് ഓർക്കുമ്പോൾ ശാലിനി ഡോറ് ദേഷ്യത്തോടു കൂടി പിടിച്ച് വലിച്ചങ്ങ് അടയ്ക്കുകയാണ്. എന്നിട്ടിങ്ങനെ ചാരി ഇരിക്കുമ്പോൾ ആ ഡ്രൈവർ ചോദിക്കുകയാണ്. അന്ന് ആദ്യം കൊണ്ടുവന്ന ഡ്രൈവറല്ല കാണിക്കുന്നത്, വേറൊരാളെയാണ് കാണിക്കുന്നത്. ഡ്രൈവർ ചോദിക്കുന്നുണ്ട് എന്തിനാ വണ്ടി നിർത്താൻ പറഞ്ഞതെന്ന്. അന്നേരം ശാലിനി വിഷ്ണുവിനെ ഇങ്ങനെ നോക്കിയിട്ട് രാമേട്ടന് വണ്ടി നന്നാക്കാൻ അറിയാമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഈ ജോലി കിട്ടുന്നതിന് മുമ്പ് ഞാനൊരു വർക്ക്ഷോപ്പിലായിരുന്നു, അത്യാവശ്യം പണിയൊക്കെ അറിയാൻ മോളെ എന്ന് പറയുകയാണ്. തുടർന്ന് എങ്കിൽ ആ നിൽക്കുന്ന ആളെ ഒന്ന് സഹായിക്കാമോ, കുറേ നേരമായിട്ട് കഷ്ടപ്പെടുകയാണെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ അതിനെന്താ ഞാൻ സഹായിക്കാമല്ലോ എന്നും പറഞ്ഞിട്ട് സീറ്റ് ബെൽറ്റൊക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ട് ഈ രാമേട്ടൻ ഇറങ്ങി വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ശാലിനിയെ അകത്തിരുന്നതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശാലിനിക്ക് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെല്ലണമെന്നും സംസാരിക്കണമെന്നും ഒക്കെ ഉണ്ട്, പക്ഷേ എന്തൊക്കെയോ തടസ്സങ്ങൾ അതിന് സമ്മതിക്കുന്നില്ല. തുടർന്ന് വിഷ്ണുവിനോട് ചെന്നിട്ട് രാമേട്ടൻ ചോദിക്കുന്നുണ്ട്, മോനെ ഞാൻ സഹായിക്കണോ, അത്യാവശ്യം മെക്കാനിക്കൊക്കെ അറിയാമെന്ന് പറയുമ്പോൾ എങ്കിലൊന്ന് നോക്ക്, കുറേ നേരമായി ഞാൻ നോക്കിയിട്ട് പറ്റുന്നില്ല എന്ന് പറയുകയാണ്. തുടർന്ന് എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ച് ഈ രാമേട്ടൻ നോക്കിയിട്ട് ബോണറ്റ് പിടിച്ചടച്ചിട്ട് ഇനിയൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുമെന്ന് പറയുകയാണ്. തുടർന്ന് വിഷ്ണു ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ടാവുകയാണ്. അന്നേരം ശാലിനിക്കും ഒന്ന് ചിരി സന്തോഷമാവുന്നുണ്ട്. രാമേട്ടനും വിഷ്ണുവിന് നന്നായി പെട്ടെന്ന് ശരിയായെന്ന് പറയുമ്പോൾ നന്ദിയുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ നന്ദി എന്നോടല്ല പറയേണ്ടത്, ദേ ആ വണ്ടിയിലിരിക്കുന്ന മാഡത്തിനോടാണ് പറയേണ്ടത് എന്ന് രാമേട്ടൻ പറയുകയാണ്. അന്നേരം മാഡത്തിനോട്, അതെ ഞങ്ങളുടെ എല്ലാം മാഡമാണ്, ആ മാഡമാണ് പറഞ്ഞത് മോനെ ഒന്ന് സഹായിക്കാനായിട്ട്, എനിക്ക് മോളെ പോലെയാണ് എന്നിങ്ങനെ പറയുമ്പോൾ എങ്കിൽ ഞാൻ തന്നെ നേരിട്ട് വന്ന് നന്ദി പറയാമെന്ന് പറഞ്ഞ് വിഷ്ണു ജീപ്പിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇതിനിടയ്ക്ക് ആ രാമേട്ടൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ കൈയൊക്കെ വിഷ്ണു കർച്ചീഫ് വെച്ച് തുടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിഷ്ണു പോക്കറ്റിലേക്ക് കർച്ചീഫ് ഇടുമ്പോൾ അതങ്ങ് താഴെ വീഴുകയാണ്. ശാലിനി അത് ശ്രദ്ധിക്കുന്നുമുണ്ട്. തുടർന്ന് രാമേട്ടൻ അങ്ങ് വന്ന് ഡ്രൈവർ സീറ്റിലേക്ക് കയറുന്നുണ്ട്. വിഷ്ണു ഇങ്ങനെ വണ്ടിക്ക് അടുത്തേക്ക് ഇങ്ങനെ നടന്ന് വരുമ്പോൾ ശാലിനി ആകെ ടെൻഷനാവുകയാണ്. ശാലിനി പെട്ടെന്ന് ഗ്ലാസ് അങ്ങ് പൊക്കുന്നുണ്ട്. അയ്യോ വിഷ്ണുവേട്ടൻ ഇപ്പോൾ വരുന്നു, എന്നെ കണ്ടാൽ ആകെ പ്രശ്നമാവുമല്ലോ, ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് കണ്ണടച്ചൊക്കെ അങ്ങ് ശാലിനി ഇരിക്കുകയാണ്. വിഷ്ണു ഇങ്ങനെ നടന്ന് കാറിന് അടുത്തേക്ക് എത്തും തോറും പക്ഷെ പെട്ടെന്ന് വിഷ്ണുവിൻ്റെ ജീപ്പിനടുത്തേക്ക് ഒരു പോലീസുകാരൻ വരികയാണ്. എന്നിട്ട് വിഷ്ണു ഈ വണ്ടിയുടെ അടുത്ത് ശാലിനിയുടെ ബാക്കിലത്തെ സീറ്റിൻ്റെ അടുത്തെത്തി ഇങ്ങനെ ഡോറിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും ആ പോലീസുകാരൻ വിളിക്കുകയാണ്, ഡോ ഈ വണ്ടി തൻ്റെയാണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതേന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇവിടെ നിന്നെടുത്ത് മാറ്റണം, ഇതുവഴി ഗവർണർ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ വിഷ്ണു അങ്ങ് പെട്ടെന്ന് ആ വണ്ടിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം രക്ഷപ്പെട്ടു എന്നിങ്ങനെ ശാലിനി അങ്ങ് പറയുകയാണ്. തുടർന്ന് വിഷ്ണു ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിട്ട് വണ്ടി കുറച്ച് മുന്നോട്ട് എടുക്കുമ്പോഴേക്കും രാമേട്ടനോട് വണ്ടി എടുക്കുക എന്നിങ്ങനെ ശാലിനി പറയുകയാണ്. തുടർന്ന് ശാലിനിയുടെ വണ്ടി അങ്ങ് മുന്നോട്ട് പോകുന്നുണ്ട്. തുടർന്ന് വിഷ്ണു കുറച്ച് മുന്നോട്ടാക്കിയ ശേഷം നോക്കുമ്പോൾ അയ്യോ പോയല്ലോ, ഒരു നന്ദി വാക്ക് പോലും പറയാനായിട്ട് പറ്റിയില്ല, എന്നാലും അത് ആരായിരിക്കും എന്നെ കാറ് നിർത്തി എന്നെ സഹായിക്കാനായിട്ട് പറഞ്ഞ ആ മാഡം ആരായിരിക്കും എന്നും പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. ഇതേസമയം കാറിലാകെ വിഷമിച്ചു പോകുന്ന ശാലിനിയാണെങ്കിൽ പെട്ടെന്ന് ഓർക്കുകയാണ് വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്നും ആ കർച്ചീഫ് താഴെ വീണത്. പെട്ടെന്ന് പറയുകയാണ്, രാമേട്ടൻ നമുക്ക് തിരിച്ചു പോകാം, ആ പഴയ ആ സ്പോട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് പറയുമ്പോൾ ശരി മോളെ എന്ന് പറഞ്ഞിട്ട് പിന്നെ രാമേട്ടൻ വണ്ടി തിരിക്കുകയാണ്. എന്നിട്ട് ആ ജീപ്പ് നിർത്തിയിട്ടിരുന്ന ആ എത്തുമ്പോൾ ശാലിനി ഇറങ്ങുകയാണ്. എന്നിട്ട് ആ കർച്ചീഫ് ഇങ്ങനെ തറയിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതെടുത്ത് ഇങ്ങനെ മണത്ത് നോക്കുകയും പിന്നീട് അതിങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും ചെയ്യുകയാണ്. അതിനുശേഷം വിഷ്ണു തന്നെ കെട്ടിപ്പിടിക്കുന്നതും ഒക്കെ വിഷ്ണുവിനെ കുറിച്ച് നല്ല നല്ല നിമിഷങ്ങളൊക്കെ ഓർക്കുന്ന ശാലിനി പറയുകയാണ്, വിഷ്ണുവേട്ടനെ കാണാൻ പറ്റിയില്ലെങ്കിലും വിഷ്ണുവേട്ടൻ്റെ ഓർമ്മകളുമായി ഈ ഗന്ധത്തോടൊപ്പം ഞാൻ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞിട്ട് ആ കർച്ചീഫ് ഇങ്ങനെ കയ്യിലിറുക്കി പിടിച്ച് വണ്ടിയിൽ കയറി ശാലിനി അങ്ങ് പോകുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിലെ വിഷ്ണു ആണെങ്കിൽ ശാലിനിയുടെ കൊലുസു ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ ശാലിനിയെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ്. താൻ എവിടെയാടോ, വർഷം 6 കഴിഞ്ഞു, എൻ്റെ കൺവെട്ടത്ത് നിന്നും എൻ്റെ കാതോരത്ത് നിന്നും താൻ എവിടെയാടോ ഓടിപ്പോയത് എന്നും പറഞ്ഞിട്ട് അന്ന് വിഷ്ണുവിന് ശാലിനിയുടെ കൊലുസ് കിട്ടിയതും വിഷ്ണു ഗേറ്റിനടുത്തേക്ക് ഓടിയതും ഒക്കെ ഓർത്ത് വിഷ്ണു അങ്ങ് കരയുകയൊക്കെ ചെയ്യുകയാണ്. അതേസമയം ശാലിനിയും
കുടുംബശ്രീ വീട്ടിൽ ആ സോപാനത്തിലിരുന്ന് തിണ്ണയിലിരുന്നുകൊണ്ട് ആ കൈലേസും പിടിച്ചങ്ങ് കരയുകയാണ്. പിന്നെ സത്യഭാമ എന്ന് സത്യം ചെയ്യിപ്പിച്ചതും ഒക്കെ ഓർത്തങ്ങ് കരയുകയാണ്. അതേസമയം വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പപ്പിക്കുട്ടി വരികയാണ്. വിഷ്ണു അച്ഛാന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ടാണ് വരുന്നത്. അന്നേരം ഇത് ആരുടെ ഈ കൊലുസ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് വിഷ്ണു അച്ഛനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ആളിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറയുകയാണ്. തുടർന്ന് ഈ കുട്ടി കൊലുസങ്ങ് വാങ്ങിയിട്ട് നല്ല കൊലുസല്ലേ എന്നും പറഞ്ഞ് കയ്യിൽ വാങ്ങുകയാണ്. തുടർന്ന് പപ്പിക്കുട്ടിയെ വിഷ്ണു മടിയിലേക്ക് പിടിച്ചിരുത്തുകയാണ്. വിഷ്ണു അച്ഛൻ വിഷമിക്കണ്ട കേട്ടോ, ആൾ ഉടനെ വരും എന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണു കുട്ടിയുടെ കവിളിലേക്ക് ഒരു മുത്തമൊക്കെ കൊടുക്കുകയാണ്. പക്ഷേ വിഷ്ണു അങ്ങ് സങ്കടം ഉള്ളിൽ ഒതുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. കണ്ണൊക്കെ നിറഞ്ഞു വരികയാണ്. അതേസമയം ശാലിനിയുടെ അടുത്തേക്കും പിന്നെ സത്യക്കുട്ടി വരികയാണ്. കുഞ്ഞു സത്യക്കുട്ടി വരുന്നുണ്ട്. അന്നേരം അമ്മ എന്താ കരയുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങനെ കൈ കൊണ്ടൊക്കെ അങ്ങ് കണ്ണീര് തുടയ്ക്കുകയാണ്. അന്നേരം ഈ അമ്മ എന്തായി കാണിക്കുന്നത്, കണ്ണീരൊപ്പാനല്ലേ കൈലേസ് എന്ന് പറഞ്ഞിട്ട് ശാലിനിയുടെ കയ്യിലിരിക്കുന്ന വിഷ്ണുവിൻ്റെ ലേസ് എടുത്തിട്ട് ശാലിനിയുടെ കണ്ണുനീരങ്ങ് തുടച്ചു കൊടുക്കുകയാണ്. അന്നേരം ശാലിനിക്ക് സന്തോഷവും സങ്കടവും ഒക്കെ വരികയാണ്. അതെ, ഈ കൈലേസ് തന്നെയാണ് എൻ്റെ കണ്ണീരൊപ്പേണ്ടത്, അമ്മ കരഞ്ഞ സങ്കടം കൊണ്ടല്ല സന്തോഷം കൊണ്ടാണെന്ന് പറയുകയാണ്. അന്നേരം അമ്മയ്ക്കിപ്പോൾ സന്തോഷമാണോ, എന്താ ഇത്ര സന്തോഷം എന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് എല്ലാവരെയും തിരിച്ചു കിട്ടിയില്ലേ, അച്ഛനെയും അമ്മയും ചേച്ചിയും ഒക്കെ കിട്ടിയില്ലേന്ന് ചോദിക്കുമ്പോൾ പക്ഷേ എനിക്ക് മോൾക്ക് അച്ഛനെ മാത്രം കിട്ടിയില്ലല്ലോ, അച്ഛൻ എപ്പോൾ വരികയെന്ന് ചോദിക്കുമ്പോൾ ശാലിനിക്ക് അങ്ങ് സങ്കടമാണ്. കുഞ്ഞിനെ അങ്ങ് ചേർത്ത് പിടിച്ചിട്ട് അച്ഛൻ ഉടനെ വരുമെന്ന് പറയുന്നുണ്ട്. അന്നേരം എപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ വരും എന്നിങ്ങനെ ശാലിനി പറയുകയാണ്. എന്നിട്ട് കുഞ്ഞിനെ അങ്ങ് ചേർത്ത് പിടിക്കുകയും മുത്തം കൊടുക്കുകയും ഒക്കെ ചെയ്യുകയാണ്. തുടർന്ന് പിറ്റേന്ന് രാവിലെ കുടുംബശ്രീ വീട്ടിൽ പിന്നെ ഗോപാലകൃഷ്ണൻ ഇരുന്ന് പത്രമൊക്കെ വായിക്കുകയാണ്. അന്നേരം ശാന്ത കുഞ്ഞിനുള്ള സ്കൂളിലെ ഫസ്റ്റ് ഡേ ആണ്, സത്യയുടെ ഫസ്റ്റ് ഡേ ആണ്. അന്നേരം സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള സ്നാക്സും ഭക്ഷണമൊക്കെ ആയിട്ട് വരികയാണ്. അന്നേരം എന്താ മോൾക്ക് ഉണ്ടാക്കിയതെന്ന് ഗോപാലകൃഷ്ണൻ ചോദിക്കുമ്പോൾ കുടുംബശ്രീയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെയാണ്, പിന്നെ പച്ചമാങ്ങ രസം സ്പെഷ്യലുണ്ട്, ചക്ക പൊളിച്ചത് വരിക്കച്ചക്ക പൊളിച്ചത് സ്നാക്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ എന്താ ശാന്ത ഇത്, ഒറീസയിലും പഞ്ചാബിലും ഒക്കെ വളർന്ന കുട്ടിക്ക് ഇതൊക്കെ ഇഷ്ടമാവുമോ, വല്ല ന്യൂഡിൽസോ ഷവായി ഷവർമ്മ ഇതൊക്കെയല്ലേ കഴിക്കുന്നത്, മോളുടെ ഇഷ്ടം ചോദിക്കാമായിരുന്നില്ലേ ചോദിക്കുമ്പോൾ ശാന്തയുടെ മുഖം പെട്ടെന്ന് അങ്ങ് വാടുകയാണ്. അയ്യോ അത് ചോദിക്കാൻ മറന്നു, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താൽ മതി എന്ന് ഗോപാലകൃഷ്ണൻ പറയുകയാണ്. എന്നാൽ ഇതൊക്കെ കേട്ടുകൊണ്ട് ശാലിനി വരികയാണ്. അന്നേരം മോളുടെ ഫസ്റ്റ് ഡേ അല്ലേ, പിന്നെ മോൾക്ക് എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കാം, ഓർഡർ ചെയ്താൽ 10 മിനിറ്റിനകം വരുമെന്ന് ശാന്ത പറയുകയാണ്. അന്നേരം ശാന്ത വിഷമത്തോടു കൂടിയാണ് പറയുന്നത്, ഉണ്ടാക്കി കൊണ്ടുവന്നതൊക്കെ കുഞ്ഞിന് കൊടുക്കാനായിട്ട് പറ്റില്ല എന്നറിയുമ്പോൾ. അന്നേരം ശാലിനി ശ്രദ്ധിച്ചിട്ട് ഇത്തിരി ഗൗരവത്തോടു കൂടി ശാലിനി പറയുകയാണ്, ഇനി മേലാൽ ഇങ്ങനെ ഉണ്ടാവരുത് ശാന്തേച്ചി എന്ന് പറയുമ്പോൾ ഇല്ല മോളെ ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറയുമ്പോൾ സത്യമോളുടെ ഇഷ്ടം ചോദിച്ചിട്ട് എല്ലാം ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ സത്യമോളുടെ ഇഷ്ടം ചോദിക്കരുതെന്നാണ് പറഞ്ഞത്, ഇവിടെ ഉണ്ടാക്കുന്നത് എന്തോ അത് സത്യയ്ക്കും കൊടുത്താൽ മതി എന്ന് പറയണം. അതിന് മുമ്പേ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് സത്യ കളക്ടറുടെ മകളാണ്, അതിനുള്ള സ്റ്റാൻഡേർഡൊക്കെ വേണമെന്ന് പറഞ്ഞത് കേട്ടുകൊണ്ടാണ് ശാലിനി വരുന്നത്. പിന്നെ സത്യ കളക്ടറുടെ മകളല്ല ശാലിനിയുടെ മകളാണ്. അപ്പോൾ ശാലിനി ഇവിടുത്തെ പിന്നെ വരിക്കച്ചക്കയും മാങ്ങയും ഇവിടുത്തെ സാധാ പലഹാരങ്ങളും ഒക്കെ കഴിച്ച് തന്നെയാണ് വളർന്നത്. എന്നിട്ട് എൻ്റെ ബുദ്ധിക്കൊരു കുഴപ്പമൊന്നും ഇല്ലല്ലോ, അതുപോലെ എൻ്റെ മകളും വളർന്നാൽ മതി എന്ന് പറയുകയാണ്. അന്നേരം ഗോപാലകൃഷ്ണനോട് പറയുന്നുണ്ട് എന്നാലും പുറത്തൊക്കെ വളർന്നല്ലേ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല, ഒറീസയിലും പഞ്ചാബിലും അവിടെയൊക്കെ ട്രെയിനിങ് സമയത്ത് തീവ്രവാദികളെ പേടിച്ച് വെളിയിൽ ഇറങ്ങാതിരുന്നപ്പോൾ പച്ചവെള്ളം വരെ കുടിച്ച് ജീവിച്ച ദിവസങ്ങളുണ്ട്, അതൊന്നും മറക്കാനായിട്ട് പാടില്ല, തീയിൽ കുരുത്തതാണെങ്കിൽ വെയിലത്ത് പാടില്ല, ഞാൻ വളർന്നതുപോലെ എൻ്റെ മോൾ വളർന്നാൽ മതി എന്ന് പറയുമ്പോൾ എങ്ങനെ എൻ്റെ ഇഷ്ടം പോലെ എന്ന് ചിരിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ പറയുകയാണ്. തുടർന്ന് ശാന്തേച്ചിയോടും പറയുന്നുണ്ട് ഇനി ഇവിടെ എന്തുണ്ടാക്കുന്നോ അത് കൊടുത്താൽ മതി എന്ന് പറയുകയാണ്. തുടർന്ന് നമ്മൾക്കുള്ളത് തന്നെയാണ്, സത്യമോൾക്കുള്ളതിൽ കുറച്ച് എരിവും പുളിയും കുറച്ച് വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇനി അതും വേണ്ട, എരിവും പുളിയും ഒക്കെ മോൾ കൂട്ടട്ടെ എന്ന് പറയുകയാണ്. തുടർന്ന് മോൾ എവിടെ, ഫസ്റ്റ് ഡേ അല്ലേ, സത്യ എവിടെയെന്ന് ചോദിച്ചിട്ട് സത്യ എന്നിങ്ങനെ നീട്ടി 2-3 വട്ടം ശാലിനി വിളിക്കുകയാണ്. അന്നേരം ദേഷ്യത്തോടു കൂടി സത്യ ഇറങ്ങി വരികയാണ്. പുറകെ ശാരദാമ്മയുണ്ട്. എപ്പോഴും സത്യ 24 മണിക്കൂർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, എന്തിനാ എന്നെ ഇങ്ങനെ വിളിക്കുന്നത് എന്നിട്ട് ചോദിച്ചാൽ യഥാർത്ഥ സത്യയെ കാണിച്ചു തരത്തില്ല, ആരെങ്കിലും കേട്ടാലോ സദ്യ ഉണ്ണാൻ വിളിക്കുകയാണെന്ന് വിചാരിക്കുമെന്നും പറഞ്ഞ് കുട്ടി ആകെ കലിപ്പിലാണ്. അന്നേരം കാണിച്ചു തരാം മോളെ എന്ന് പറഞ്ഞിട്ട് മോൾക്കറിയാം എന്നെ എന്തിനാ പേരിട്ടത് എന്നിങ്ങനെ കുട്ടി ചോദിക്കുകയാണ്. അന്നേരം അതിലൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ശാരദാമ്മൻ കാര്യം പറയാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ശാലിനിയും കുഞ്ഞിനെയും അങ്ങ് തിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് മോളുടെ അച്ചമ്മയുടെ പേരാണ് സത്യ എന്നുള്ളത്, അച്ചമ്മയുടെ ഇഷ്ടം കൊണ്ടാണ് മോൾക്ക് അങ്ങനെ പേരിട്ടത് എന്ന് പറയുകയാണ്. അപ്പോൾ എനിക്ക് അച്ചമ്മ എന്ന് കാണിച്ചു തരുമെന്ന് ചോദിക്കുകയാണ്. അന്നേരം അച്ഛനെയും അമ്മയുടെ അച്ഛനെയും അമ്മയും ഒക്കെ കാണിച്ചു തന്നില്ലേ, അതുപോലെ ഒരു ദിവസം അച്ചമ്മയും കാണിച്ചു തരും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം കുട്ടി പെട്ടെന്ന് എടുത്ത വാരി ചോദിക്കുകയാണ് അപ്പോൾ അച്ഛനെയും കാണിച്ചു തരുമോ എന്ന്. അന്നേരം എല്ലാവരുടെയും മുഖം അങ്ങ് വാടുകയാണ്. പക്ഷേ ശാലിനിക്ക് പറയാനായിട്ട് വാക്കില്ല, കാണിച്ചു കൊടുക്കുമെന്ന് പറയാനായിട്ട് സാധിക്കുന്നില്ല, അങ്ങനെ വിഷമിച്ചിരിക്കുന്നു. അത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ സ്കൂളിൽ കൊണ്ടുപോകുന്ന രംഗങ്ങളൊക്കെയാണ്, പിന്നെ സുസ്മിതയ്ക്കെതിരെയുള്ള കുറേ ഇതൊക്കെയാണ്, വിഷ്ണു ശാലിനിയും എന്ന് കാണുമെന്നുള്ളതൊക്കെ നമുക്ക് കാണാം. ഓക്കെ, താങ്ക്